എക്സാം എല്ലാം കഴിഞ്ഞ് കോളേജിൽ പോയപ്പോൾ കുറച്ച് പൈസ കിട്ടിയിട്ട് നമുക്ക് പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിട്ട് മന്തിയൊക്കെ. എങ്ങനെ കിട്ടിയെന്നറിയോ? ഇത് നമ്മളെ റെക്കോർഡാട്ടോ, കഷ്ടപ്പെട്ട് വരച്ച് എഴുതി ഉണ്ടാക്കിയ റെക്കോർഡ്. പക്ഷെ ഇനിയിപ്പോൾ അതിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. അപ്പം ഞങ്ങളെല്ലാം കൂടി അങ്ങ് തൂക്കി വിൽക്കാൻ വിചാരിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് മാത്രം ഇത്രയും റെക്കോർഡുണ്ട്. ഇത് ഞങ്ങളത് മാത്രമല്ല കേട്ടോ, ഞങ്ങൾ അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ റെക്കോർഡും പെറുക്കിക്കൊണ്ടുവന്ന് ആവശ്യമില്ലാണ്ട് അവിടെ ഇട്ട് പോയ കുറേ പിള്ളേരുന്നുണ്ട്. ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ പോയി അതെല്ലാം സെറ്റ് ചെയ്തു, നേരെ കൊണ്ടുപോയി വിറ്റ് അത്യാവശ്യം പൈസ കിട്ടിയിട്ടാ നേരെ വിട്ട് ഞങ്ങൾ ഹംദിയിലേക്ക്. ഇത് പിന്നെ വെറും പട്ടിഷോ, 500 രൂപ നോട്ട് എക്സ്ട്രാ വെച്ചിട്ട് ഉണ്ടെന്ന ആളാണ്. ഇവിടെ നല്ല അടിപൊളി മന്തിയാണ്, അതവിടെ കാണാനുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. അങ്ങനെ ഒരു ഫുൾ മന്തി ഓർഡർ ചെയ്ത് അടുത്തത് ചെസ്റ്റ് പീസ് ആർക്ക് കിട്ടുന്നുള്ളത് കേട്ടത്. ഇങ്ങനെ ഓളത് പോയി ഓക്ക് ലക്ക് ഓക്ക് പിന്നെ ചെസ്റ്റ് ചെയ്താൽ ലക്ക് ചെയ്തൊന്നും കൂടി അറിയില്ല. ചെസ്റ്റ് പീസിന് മെയിൻ ആള് വരാം, എപ്പോൾ പോയാലും ഇവരെ കിട്ടുള്ളത്. നമുക്കൊക്കെ പിന്നെ കിട്ടിയാലും കിട്ടൂല, വേറെ കാര്യം. അതോര് കൊണ്ടുപോകും വെക്കുന്നതിന്റെ മുന്നേ അതിന്റെ മേലെ കമന്ന് കിടക്കലാണ് പതിവ്. ഓരവിടെ പെരുന്തല്ലായി. ഞങ്ങൾ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഫുഡ് എന്നല്ല, ഫുഡ് എന്നാൽ പിന്നെ നമ്മളെ എവിടേക്കും മൈൻഡ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ വല്ല തട്ടുന്നു. അതെന്താ ഇതൊന്നും പറയൂട്ടോ, റെക്കോർഡ് വിട്ടിട്ട് മന്തി വയ്ക്കാൻ പോണം നമുക്ക്. പക്ഷേ ഓനൊന്നും വന്നില്ല. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണേ. അപ്പോഴാണ് ഞാൻ ഈ ബോർഡ് ശ്രദ്ധിച്ചത്. പണം എല്ലാത്തിനും പേരിൽ ആരും പട്ടിണി കിടക്കരുത്, ക്യാഷ്യറെ അറിയിച്ച് അവൾക്ക് ഫുഡ് കഴിച്ച് പോവാന്നാട്ടോ അതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ നേരെ തിരിച്ച്. അപ്പം അത്രേ ഉള്ളൂ. ബൈ.